നമസ്കാരം. നമ്മുടെ മേശപ്പുറത്ത് ഇഷ്ടംപോലെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാം കാലിയാണ്. ഫുഡ് ആൻഡ് ട്രാവലിലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊരു വീഡിയോ തുടങ്ങാൻ പറ്റത്തില്ല. ഏതായാലും ക്രോക്കറീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെയുള്ള ഒരു പ്രൊമോഷനോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാനാണ്. ഇത് വൈറ്റ്ല ഹബിനോട് ചേർന്ന് തന്നെ, വൈറ്റ്ല ഹബിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ. നമുക്ക് നമ്മുടെ കൂടെ അഭിജിത്ത് ഉണ്ട്, നാഷണൽ ബിൽഡേഴ്സിൻ്റെ. നേരത്തെ അഭിജിത്തിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തതാണ്. അഭിജിത്തിൻ്റെ അത് എടപ്പള്ളിയിലെ ഒരു വീഡിയോ ആയിരുന്നു. എടപ്പള്ളി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള വീഡിയോ ആയിരുന്നു. ഇത് പക്ഷേ വൈറ്റ്ല ഹബ്ബാണ്. രണ്ടും നല്ല പ്രീമിയം സ്പോട്ട്സ് ആണ് അല്ലേ, പ്രൈം ലൊക്കേഷൻസ് ആണ്. അതെ, ഈ പ്രോജക്റ്റിൻ്റെ ട്രീഡം എന്നാണ്, നാഷണലിൻ്റെ ട്രീഡം എന്നാണ് ടവർ 2 അല്ലേ. ഓൾറെഡി ഒരു ടവർ ഓൺ ആണ്, ട്രീഡം പാർക്ക് ടവർ 2. ഓൾറെഡി ഒരു ടവർ ഉണ്ട്, അത് അക്കോമഡേഷൻ കംപ്ലീറ്റഡ് ആണ്, ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് അല്ലേ. ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇതും ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി, ആൾക്കാർ താമസം തുടങ്ങി. ഇനി നമുക്കിതിനകത്തൊരു കുറച്ച് യൂണിറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. കാര്യം ഇതൊരു പ്രീമിയം ആയിട്ടുള്ള 2 ബെഡ്റൂം മാത്രമാണ്. ഒരു ഫ്ലോറിൽ 3 2 ബെഡ് മാത്രമേ ഉള്ളൂ. 1312, 1180, 1192 3 2 ബെഡ് മാത്രമേ ഉള്ളൂ. 10 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഇല്ല, പക്ഷേ ബാക്കിയുള്ള അമ്യൂണിറ്റീസ് ഉണ്ട്. ജിമ്മ്, മൾട്ടിപർപ്പസ് ഹാള്, റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ, എയർ കണ്ടീഷൻ ലോബി, ജനറേറ്റർ ബാക്കപ്പ്, സെക്യൂരിറ്റി സിസ്റ്റം എന്നുകൊണ്ട് എല്ലാ അമ്യൂണിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന ലൊക്കേഷൻ തന്നെയാണ്. വൈറ്റ്ല എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോയും മെട്രോ സ്റ്റേഷനും മൊബിലിറ്റി ഹബും ചേർന്ന കൊച്ചിയിലെ ഏക ഡെസ്റ്റിനേഷനാണ് വൈറ്റ്ല. ആ വൈറ്റ്ല ഹബിൽ നിന്ന് നമുക്കൊരു 800 മീറ്ററും ജംഗ്ഷനിൽ നിന്ന് 1.1 കിലോമീറ്ററുമാണ് ഈ പ്രൊജക്റ്റിലേക്ക് ലൊക്കേഷൻ വരുന്നത്. ഇതിനകത്ത് 1312 2 ബെഡ് വരുമ്പം ഷെയറിംഗ് വാൾ ഒന്നുമില്ല. 3 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. 1180 ആകുമ്പം നമുക്ക് ഒരു വോൾ മാത്രമേ ഷെയറിംഗ് വാൾ വരത്തുള്ളൂ. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയും ലിവിങ്ങും തന്നെ നമുക്ക് 3 ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. പാരലായിട്ട് ലിവിംഗ് ഉണ്ട്, എൽ ഷേപ്പ് ലിവിംഗ് ഉണ്ട്, പിന്നെ അതിനൊക്കെ തന്നെ ഒറ്റ ലിവിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ലിവിംഗ് റൂം വെച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-ന് മാത്രം ഡിസൈൻ ചെയ്തൊരു പ്രീമിയം 2 ബെഡ്റൂമിന് ആവശ്യമുള്ളവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ് നാഷണൽ ഫ്രീഡം പാർക്ക് ടവർ 2. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ്ല ഹബ്ബിൽ നിന്ന് 800 മീറ്റർ സിഗ്നലിന്റെ അവിടുന്ന് 1.1 കിലോമീറ്റർ ആണ്. ബാക്കി എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ? നിയർ ബൈ നമുക്ക് സ്കൂൾസ് ആണെങ്കിൽ നമുക്ക് ചോയ്സ്, അതാണ് ടോക്കച്ച്, പിന്നെ ഗ്ലോബൽ, എല്ലാ സ്കൂൾസും നമുക്ക് നിയർ ബൈ ആണ്. ഹോസ്പിറ്റൽസ് വരുമ്പം വെൽ കെയർ ഉണ്ട്. പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡും വാട്ടർ മെട്രോ സ്റ്റേഷനും നമുക്ക് നിയർ ബൈ ആണ്. പിന്നെ ആലപ്പുഴ സൈഡിലോട്ട് പോകാനുള്ളവർക്കും കോട്ടയം സൈഡിലോട്ട് പോകാനുള്ളവർക്കും എല്ലാം വന്ന് കയറുന്ന മെയിൻ ജംഗ്ഷൻ വൈറ്റ്ലയാണ്. വൈറ്റ്ല ഹബ് ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. പനമ്പള്ളി നഗറിലേക്കും ആലപ്പുഴയിലേക്കും കോട്ടയം MC റോഡിലേക്കും എങ്ങോട്ട് പോകാനും വരാനും പറ്റിയ പ്രൈം ലൊക്കേഷനാണ്. എന്നാൽ വലിയ തിരക്ക് നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യില്ല അല്ലേ. അതാണ് 2 ബെഡ്റൂമേ ഉള്ളൂ. 2 ബെഡ്റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അപ്പാർട്ട്മെന്റിൽ 2 ബെഡ്റൂം ഫ്ലാറ്റ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഒരു ഡെമോ ഫ്ലാറ്റ് ആണ്. ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേന് കബോർഡ്സ് ഒന്നും ഉണ്ടാവില്ല, കബോർഡ് ഉണ്ടാവില്ല, കട്ടൻ വർക്ക് ഉണ്ടാവില്ല, ഇന്റീരിയർ വർക്ക് ഉണ്ടാവില്ല, ഫർണിച്ചറും ഉണ്ടാവില്ല, ഇന്റീരിയർ വർക്ക്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുക. നമുക്കിതിന് ഇന്റീരിയർ ഡിവിഷനും ഉണ്ട്. ഇപ്പം കസ്റ്റമർ പറയുന്ന ബഡ്ജറ്റിൽ, ഇപ്പം കസ്റ്റമർ പറയാണ് ഇപ്പം നമുക്ക് ഇത്ര ലക്ഷം രൂപ ചെയ്ത് തരണം, ആ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ അപ്പാർട്ട്മെന്റ്സിന് ഏകദേശം എത്ര ബഡ്ജറ്റ് വരും? ഇതിപ്പോ ഈ ഫ്ലാറ്റ് നമ്മൾ ചെയ്തപ്പോൾ ഒരു 26 lakhs വന്നു നമുക്ക്. ഫർണിഷിംഗ് അല്ലേ ഞാൻ പറഞ്ഞത്, ഫ്ലാറ്റിന്റെ പ്രൈസ് ആണ് ഞാൻ ചോദിച്ചത്. ഈ ഫ്ലാറ്റ് നമുക്ക് 98 ലക്ഷമാണ് നമ്മുടെ ബേസ് റേറ്റ് വരുന്നത്. 98 ലക്ഷം പ്ലസ് രജിസ്ട്രേഷൻ ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതിന് ലാർജ് സൈസ് വരുമ്പോൾ 1312 ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഷെയറിംഗ് വാളൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. അതിനകത്ത് വരുമ്പോൾ നമുക്ക് 1,10,00,000 നമുക്ക് യൂണിറ്റ് കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് യൂണിറ്റേ ഉള്ളൂ, മൊത്തം 28 യൂണിറ്റേ ഉള്ളൂ. അതിൽ മേജർ യൂണിറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി. ഇനി കുറച്ച് യൂണിറ്റ് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ഈ പ്രൊജക്ട് തീർന്നു. അടുത്ത പ്രോജക്റ്റ് 2-3 ബാക്ക് ടു ബാക്ക് ലൈന് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ നമ്പർ ആവാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് പുറകെ ഉണ്ടാവും. നമുക്ക് കൊച്ചിയിൽ ഇഷ്ടം പോലെ അപ്പാർട്ട്മെന്റ്സ്, അതുപോലെ തന്നെ കൊച്ചിയിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതും ഹോംലി ആയിട്ടുള്ള ഹോം റിലേറ്റഡ് ആയിട്ടുള്ളത് കുറേ കാര്യങ്ങൾ കൊച്ചി മാത്രമല്ല കേട്ടോ, മറ്റ് സ്ഥലങ്ങളിലുണ്ട്. തിരുവനന്തപുരത്ത്, കോഴിക്കോട്, തൃശ്ശൂർ, ഇവിടെ എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് സകല ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുണ്ട്, homelysquare.com എന്ന് പറഞ്ഞ വെബ്സൈറ്റുണ്ട്. വെബ്സൈറ്റിൽ മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവുന്നതാണ്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷമായിട്ടിരിക്കുക.